വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ നാളെ പ്രത്യേക മന്ത്രിസഭായോഗം. ഓൺലൈനായാണ് യോഗം ചേരുക. പുനരധിവാസം 2 ഘട്ടമായി നടത്താനാണ് ആലോചന. ഉറ്റവരും വീടും സ്ഥലവും നഷ്ടമായവർക്കുമായിരിക്കും ആദ്യ പരിഗണന. അപകട മേഖലയിൽ ഉൾപ്പെട്ടവർക്ക് 2ാം ഘട്ടത്തിലാകും പുനരധിവാസം. ജനുവരിയിൽ ഗുണഭോക്താക്കളുടെ പട്ടിക പൂർത്തിയാക്കും. അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, ഇന്ന് വയനാട്ടിൽ മേപ്പാടി പഞ്ചായത്തിൽ കണ്ടത് ഈ ഗുണഭോക്താക്കളുടെ പ്രതികരണമാണ്, ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ 2 ഘട്ടമായി പുനരധിവാസം നടപ്പിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നതെന്ന് വേണമോ മനസ്സിലാക്കാൻ? അരുൺ, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ഈ ബുധനാഴ്ച ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കണം ഈ മന്ത്രിസഭാ യോഗം സാധാരണഗതിയിൽ ബുധനാഴ്ചയാണ് കൂടുക. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാഹചര്യം, ഇന്ന് ഈ പ്രതിഷേധമൊക്കെ നടന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നാളെ 3:30 ഓൺലൈനായിട്ട് പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ പുനരധിവാസം സംബന്ധിച്ച് പ്രധാനമായും അർഹരല്ലാത്തവർ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രധാന ആക്ഷേപം ഈ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. അതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നാളെ മന്ത്രിസഭാ യോഗം കൂടുക. പ്രധാനമായും 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ വയനാട് പുനരധിവാസം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് സർക്കാർ. എന്തായാലും ഈ വിഷയങ്ങളൊക്കെയും നാളെ ഈ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഈ വീടും സ്ഥലവും ഒറ്റവരൊക്കെ നഷ്ടപ്പെട്ടവരെയായിരിക്കും ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക എന്നുള്ളതാണ്. 2ാം ഘട്ടത്തിൽ പ്രധാനമായിട്ടും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള പ്രദേശത്ത് നിലവിൽ ആ വീടുകളുള്ള പ്രദേശത്ത് ഇനി അവർക്ക് തിരിച്ചുപോയി താമസിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2ാം ഘട്ടത്തിലുള്ളവരെ പരിഗണിക്കുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. അത്തരത്തിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിലുള്ളവരെയാണ് പ്രധാനമായും 2ാം ഘട്ടത്തിൽ പരിഗണിക്കുക. ഇത്തരത്തിൽ 2 ഘട്ടങ്ങളിലായിട്ടാണ് വയനാട് പുനരധിവാസം പൂർത്തിയാക്കാനായിട്ട് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും നാളെ നടക്കുക. ഇതിന്റെ മേൽനോട്ട ചുമതല ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്കാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും മന്ത്രിസഭാ യോഗത്തിലും ഈ കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും ഈ വയനാടുമായി ബന്ധപ്പെട്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സന്നദ്ധ സംഘടനകളും സഹായിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. അവരുമായിട്ട് നേരിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തുമെന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ അറിയുന്നുണ്ട്. അവരുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തും. നിലവിൽ ഈ ടൗൺഷിപ്പാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളിയായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. എന്തായാലും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നാളത്തെ ചർച്ച എന്തായാലും പൂർണ്ണമായിട്ടും ഈ 3 വാർഡിലുള്ളവർ, അർഹരായിട്ടുള്ളവർ 3 വാർഡിലുള്ളവരുണ്ട്, അവരൊന്നും ഈ 380 പേരുടെ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വലിയൊരു ആക്ഷേപമാണ്. നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇന്ന് അവരുടെ പ്രതിഷേധം നമ്മൾ തത്സമയം കണ്ടതുമാണ്. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വേണ്ടതുണ്ട്. എന്തായാലും നാളെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ അവിടെയുള്ള ആളുകൾ പ്രതീക്ഷയിലാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളത്. എന്തൊക്കെ തീരുമാനങ്ങൾ നാളെ വരും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.